ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. ദൈവം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പെട്ടെന്ന് ജീവിതത്തിൽ കൊണ്ടുവന്ന് തരട്ടെ, എല്ലാവർക്കും സന്തോഷവും നല്ല ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ തുടങ്ങുകയാണ്. ഐ ആം റിയലി സോറി. ഐ തിങ്ക് ഞാൻ 2നോ 3നോ ഒരു വീഡിയോ ഇറക്കിയിരുന്നു, പക്ഷേ എൻ്റെ മൈൻഡിൽ വന്നതേയില്ല. തിരക്കിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ചെയ്തെടുത്തു, പക്ഷേ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ മറന്നുപോയിരുന്നു. സോ ഐ എം സോ സോറി ഗൈസ്. ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു. സോ ഇന്നത്തെ ദിവസം എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്? യൂഷ്വലി ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ് യൂണിവേഴ്സ് പ്രേക്ഷകരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ദിവസമാകാം, ഇന്ന് മുതലുള്ള ദിവസമാകാം, എന്താണ് പ്രേക്ഷകർ അറിയിക്കുന്നത്? വാവ്. സോ ഈ ഒരു കാർഡ് 2 ഓഫ് കപ്സ് ഇത് പറയുന്നത് നിങ്ങളുടെ സെൽഫിനെ റിലേറ്റഡ് കൂടിയാണ്. ഓക്കെ, ദ ഫസ്റ്റ് മെസ്സേജ് എനിക്ക് കിട്ടിയത് സെൽഫ് ലവ് എന്നാണ്. പ്രേക്ഷകർ ഏറെ ടയേർഡാണ്, ദെൻ ടേക്ക് റെസ്റ്റ്. നിങ്ങൾക്ക് ഏറെ ജോലി ചെയ്യണം എന്നുണ്ട്, ഗോ അഹെഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യണം, അത് ചെയ്യൂ. ഓക്കെ, 2025 ആക്ച്വലി പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്ത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അത് കൊണ്ടുവന്ന് തരും, പ്ലസ് പ്രേക്ഷകർ അതിനു വേണ്ടി പ്രവർത്തിക്കണം. ഓക്കെ, ഈ ഒരു കാർഡ് ഫസ്റ്റ് വന്നത് സെൽഫ് ലവിന് വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു വർഷം തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സെൽഫ് ലവിൽ ശ്രദ്ധിക്കൂ. ഓക്കെ, റെസ്റ്റ് എടുക്കേണ്ടടുത്ത് റെസ്റ്റ് എടുക്കൂ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അത് ചെയ്യൂ. ബേസിക്കലി അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ സോൾ മേറ്റ്, നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു പുതിയ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ ആ ആൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പറാണ്. നിങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കും. ഓക്കെ, നിങ്ങളുടെ കണക്ഷൻസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇന്നത്തെ ദിവസം നല്ല കണക്ഷൻസ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അത് പഴയ കണക്ഷൻസ് പുതുക്കുന്നതാകാം. ഓക്കെ, സ്പൗസ് ആണ്, സ്പൗസുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ദിവസം പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് ഏത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു, ഏത് റിലേഷൻഷിപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ, ആ റിലേഷൻസിൽ ഇത്തിരി വഴക്കുകളോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യൂ. മറ്റ് റിലേഷൻഷിപ്സ്, ദാറ്റ് ഈസ് മറ്റ് പ്രേക്ഷകർ എവിടെ വഴികകളൊന്നുമില്ല അവിടെ കൂടുതൽ സമയം നിങ്ങളുടെ ആ റിലേഷനെ വലുതാക്കാൻ ശ്രമിക്കൂ. ഓക്കെ, കൂടുതൽ സമയം അതിൽ ചെലവഴിക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. സോ സംസാരിക്കേണ്ടടുത്ത് ഫോൺ ചെയ്യൂ, സംസാരിക്കൂ. ഓക്കെ, ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യൂ, ഇത്തിരി ഔട്ടിങ്ങിന് പോകൂ. ഓക്കെ, ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് ആ ആളുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നത് അറിയാൻ ശ്രമിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ്. ഡെവിൾ കാർഡ്. ഓക്കെ, സീ അബൌട്ട് ദാറ്റ്. സോ ഡെവിൾ കാർഡും കൂടിയാണ് വരുന്നത്. സി ഇവിടെ പറയുന്നത് ഒബ്സെഷൻ പാടില്ല. ഓക്കെ, സി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആകാം, നിങ്ങളുടെ സ്പൗസ് ആകാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ബിസിനസ് പാർട്ട്ണർ ആകാം. റിലേഷൻഷിപ്പ് നല്ലതാക്കൂ, പക്ഷെ അതൊരു ഒബ്സെഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കൂ. ഓക്കെ, ഈ ഫ്രണ്ട് എന്നോട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പാടുള്ളൂ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, ഇവിടെ പറയുന്നത് ഒബ്സെഷനിൽ നിന്ന് വെളിയിലിറങ്ങൂ. പെർട്ടിക്കുലർലി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യത്തിൽ മുഴുങ്ങാതിരിക്കൂ. ഇന്നത്തെ ദിവസം ഏറെ പ്രേക്ഷകർ ഇമോഷണലി ഡ്രെയിൻ ആകാൻ ചാൻസ് ഉണ്ട്. കാരണം പണ്ട് നടന്ന വിഷമങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ പറയുന്നത് അത് അവോയ്ഡ് ചെയ്യൂ. ഓക്കെ, അവോയ്ഡ് ചെയ്യുക. ഓൾറൈറ്റ്, എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്? നൈറ്റ് ഓഫ് സ്വേർഡ്സ്. ലൈഫിൽ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രേക്ഷകർ അറിയും കൂടിയില്ല, പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ബ്ലോക്കേജസ് എവിടെയാണ്? നെഗറ്റീവ് തിങ്കിങ്ങിലാണ്. ബ്ലോക്കേജസ് എവിടെയാണ്? നിങ്ങൾ ഏറെ
വിഷമിക്കുന്നു എവിടെയോ ഏതൊരു കാര്യത്തിന്, മൈറ്റ് ബി നിങ്ങൾ ഒരു വിട്ടുപോയ റിലേഷൻഷിപ്പിനെ പുതുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദെൻ ടേക്ക് എഫേർട്സ്. ഓക്കെ, എഫേർട്ട് എടുക്കൂ. ഓൾ റൈറ്റ്, ബിക്കോസ് എവിടെയോ ആ വിഷമം നിങ്ങളുടെ ബ്ലോക്കേജായി മാറുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് ലൈഫ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ബി പ്രിപ്പയർഡ്. ഓക്കെ, പ്രിപ്പയർഡ് ആയിരിക്കൂ. ആഹാ, സോ ബ്യൂട്ടിഫുൾ. ദ സൺ കാർഡ് നിങ്ങൾക്കാണ് സക്സസ്. ഇഫ് ഏതെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും വിജയം കിട്ടുമോ, ദെൻ യെസ്, നിങ്ങൾക്ക് വിജയം ഉണ്ട്. പലപ്പോഴും വിജയത്തെ നമ്മൾ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചില സമയത്ത് വിജയം വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുക, അതൊരു വിജയമാണ്. ഓക്കെ, ഏറെ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് സമാധാനത്തെ ഒന്ന് ഉറങ്ങാൻ കിട്ടുക, അതും ഒരു വിജയമാണ്. ഓക്കെ, ലൈഫിൽ പലരും പല രീതിയിൽ ബുദ്ധിമുട്ടുന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്ത് നിങ്ങളുടെ പാഷനിലിരുന്ന് നിങ്ങളുടെ സമയത്തിന് കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്, ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വിഷമത്തിൽ ഒരു പങ്ക് ചേർന്ന് അവരെ സമാധാനിപ്പിക്കാൻ അവർക്കൊരു തുണയാകാൻ പറ്റുന്നത്, അതൊരു വിജയമാണ്. നമ്മൾ വിജയം വളരെ വലിയ കാര്യങ്ങളിലാണ് നോക്കുന്നത്, ബട്ട് യൂണിവേഴ്സ് വിജയം ജീവിതത്തിൽ സന്തോഷങ്ങളെയാണ് നോക്കുന്നത്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്. സോ ഇന്നത്തെ ദിവസം പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ലത് നടന്നു, അല്ലെങ്കിൽ എന്താണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഈ സന്തോഷം മീൻസ് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ഈ സന്തോഷം ഓർത്ത് ഇരിക്കാൻ പറ്റും. അതെന്തൊക്കെയാണ്, അതിനെ കൗണ്ട് ചെയ്യൂ. ദാറ്റ് 1 2 3 എനിക്കിത് കിട്ടി, എനിക്ക് ഈ സന്തോഷം ഉണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഓക്കെ, ആ സന്തോഷങ്ങളെ ഒന്ന് ഓർക്കുക ഇന്നത്തെ ദിവസം. വാവ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്. ബിക്കോസ് ഈ ഒരു കൗണ്ട് യുവർ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഹീലിംഗ് ആണ് നൽകുന്നത്. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റാനും നിങ്ങളുടെ ബ്ലോക്കേജസിനെ മാറ്റാനും നിങ്ങളുടെ പേര് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് എവിടെയോ നിങ്ങളുടെ പേരിന് സംഭവിച്ച ഒരു ബുദ്ധിമുട്ട്, ഓക്കെ, മൈറ്റ് ബി പല ആൾക്കാർ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് ചെയ്യുകയോ സ്ലാൻഡർ ചെയ്യുകയോ നിങ്ങളുടെ പേര് ഡീഫെയിം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അവിടെ ഹീലിംഗ് വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഉയർന്നു വരുന്നതാണ്. ഓക്കെ, ഡു നോട്ട് വറി. ഓക്കെ, വാട്ട് എൽസ്? 2 cards. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് വാൻസ് ആണ് വന്നത്. നിങ്ങൾ വിജയത്തിലേക്കാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കഴിവുണ്ട് ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. പൂച്ചകളേറെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഡിവൈൻ റെലം അടുത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ആൻഡ് ബിസിനസ്, ദാറ്റ് ഈസ് മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓക്കെ, സോ ബിസിനസ് നടത്തുന്നവർ സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ജോബ് ചെയ്യുന്നവർ സ്വന്തം കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. പഠിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആൻഡ് അതിനു വേണ്ടി സ്റ്റെപ്സ് എടുക്കുന്നെങ്കിൽ അതിൽ ശ്രദ്ധിക്കൂ. ഓക്കെ, മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നാണ് പറയുന്നത്. മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നു, മറ്റാൾക്കാർ എന്ത് ചെയ്തു, ലീവ് ഇറ്റ്. ഓക്കെ, ലീവ് ഇറ്റ്. ആൻഡ് 8 of Cups ആണ്. സോ ഇവിടെ ഈ 2 കാർഡ്സ് ഒന്നിച്ചാണ് വന്നത്. ഓക്കെ, സോ അതാണ് പറഞ്ഞത്, മൈൻഡ് യുവർ ബിസിനസ് ഈ ഒരു കാർഡിന് വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ കൈൻഡ്ലി നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്ത് പുതുതായി ചെയ്യാൻ പറ്റും അത് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സീ. വാ, ലെറ്റ് ഗോ. എഗെയിൻ ലെറ്റ് ഗോ. ബുദ്ധിമുട്ടാണ്, പക്ഷേ സബ്ലിമേഴ്സ് ഉണ്ട്. ഓക്കെ, സബ്ലിമേഴ്സ് കേൾക്കാൻ ശ്രമിക്കൂ. മൈൻഡിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൂ. എപ്പോഴൊക്കെ ഈ ചിന്തകൾ വരുന്നു അതിനെ കട്ട്, ക്യാൻസൽ, ഡിലീറ്റ് അല്ലെങ്കിൽ ഷട്ട് എന്ന് പറയുക. SHUT ഷട്ട് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് കാർഡ് ഇസ് ഇംപ്രൂവിങ് ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഏറെയുള്ള പ്രേക്ഷകർ, ഹെൽത്ത് ഇഷ്യൂസിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പ്രേക്ഷകർ, യെസ്, നിങ്ങൾക്ക് ഹെൽത്ത് നിങ്ങളുടെ ഇംപ്രൂവ് ആകുന്നതാണ്. പേഷ്യൻസ് വെക്കുക, വെള്ളം ഏറെ കുടിക്കുക. ഓക്കെ ഗൈസ്, സോ ആൻഡ് ആർക്കേഞ്ചൽ റഫായലിനെ പ്രാർത്ഥിക്കൂ. ഓക്കെ, കണ്ടിന്യൂസ്ലി പ്രാർത്ഥിക്കുക ആർക്കേഞ്ചൽ റഫായൽ. ആൻഡ് വിമൻ ഇഷ്യൂസ്, ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ
റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ ഹാനിയലിനെ പ്രാർത്ഥിക്കൂ. ഓൾ റൈറ്റ്, പെർട്ടിക്കുലർലി ഫോർ ലേഡീസ്. ഓൾ റൈറ്റ്, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.